ചേട്ടാ, ഈ കണ്ണൂരേക്ക് വരുന്ന സമയത്ത് കണ്ണൂരിന്റെ പ്രധാന 3 സ്ഥലങ്ങളാണ്, മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളാണ് തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്. തളിപ്പറമ്പ് വളരെ വാർത്താ പ്രാധാന്യമേറിയ, അതേപോലെ തന്നെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രശ്നങ്ങൾ നടന്നൊരു മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്നത് TK ഗോവിന്ദനാണ്. LDF സ്ഥാനാർത്ഥി നമുക്കറിയാം, CPM-ന്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള PK ശ്യാമള മത്സരിക്കുന്ന മണ്ഡലത്തിൽ N ഹരിദാസ് ആണ് BJP സ്ഥാനാർത്ഥിയാവുന്നത്. ഇരിക്കൂറിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ആണ് UDF സ്ഥാനാർത്ഥിയാവുന്നത്. LDF-ന്റെ ഇരിക്കൂർ സ്ഥാനാർത്ഥിയായി വരുന്നത് മാത്യു കുന്നംപള്ളിയാണ്. KCM കേരള കോൺഗ്രസ് M പ്രതിനിധിയാണ് മത്സരിക്കുന്നത്. ശ്രീനാഥ് പത്മനാഭൻ TTP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതേപോലെ അഴീക്കോട് വരുന്ന സമയത്ത് കരീം ചെല്ലേരിയാണ് UDF സ്ഥാനാർത്ഥിയാവുന്നത്. KV സുമേഷ് LDF സ്ഥാനാർത്ഥിയാവുമ്പോൾ KK വിനോദ് കുമാർ ആണ് BJP പ്രതിനിധിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോ കണ്ണൂരിന്റെ തന്നെ പ്രധാന 3 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ആ ഒരു ഭൂരിപക്ഷം പോകുന്നത്? ഈ ഒരു ജനങ്ങളുടെ ഒക്കെ ഒരു റെസ്പോൺസ് അനുസരിച്ച്, അതേപോലെ ലോക്കൽ ബോഡി ഇലക്ഷനും നമുക്ക് പരിശോധിക്കണം. അപ്പൊ ഈ മുൻകാല ഇലക്ഷനുകളും ഇപ്പോഴത്തെ വരാൻ പോകുന്ന ഇലക്ഷനിലേക്ക് എങ്ങനെയാണ് സ്വാധീനിക്കുക? ആർക്കാണ് അവിടെ ഒരു സ്വാധീനം? അല്ല, പിന്നെ നമുക്ക് അതിനെ നോക്കുമ്പോൾ തളിപ്പറമ്പ് ഏറെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി കഴിഞ്ഞു. അത് MV ഗോവിന്ദൻ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച സ്ഥലമാണ്. അതായത് അവരുടെ ചുവപ്പ് കോട്ടയാണ് തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ കണ്ണൂര് CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഒരു ഉറപ്പാണ്. അവർക്ക് അവിടുത്തെ പാർട്ടി വോട്ട് കൊണ്ട് മാത്രം തന്നെ ജയിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 52.14%, 92,870 വോട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് അദ്ദേഹത്തിന് 70,181 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല തളിപ്പറമ്പ് പറയുന്ന, നമ്മൾ ഈ പറഞ്ഞു വെക്കുന്ന രീതിയിൽ മറ്റു മുന്നണികൾക്കൊന്നും വോട്ട് കിട്ടാത്ത സ്ഥലമല്ല തളിപ്പറമ്പ്. പക്ഷേ ഇടത് കോട്ട ആയതുകൊണ്ട് സേഫ് സീറ്റാണ്. അതുകൊണ്ടാണ് ഗോവിന്ദൻ ജയിച്ചത്. അവിടെയാണ് PK ശ്യാമള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ, നാളിതുവരെ CPM-ന്റെ ചരിത്രത്തിൽ ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, അവിടെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നു. അവിടെ മുതലാണ് ഈ പാർട്ടിക്കകത്ത്, പാർട്ടിയിൽ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ പുറത്തു വന്നിട്ട് ഒരു പ്രതീകാത്മകമായി അവർക്കെതിരെ മത്സരിക്കുന്നു. അപ്പോൾ അത് CPM-ന്റെ ഒരു വിമത മണ്ഡലമാകുന്ന രീതിയിൽ, CPM-ന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ CPM-ന് ഇങ്ങനെ ഒരു വിമതർ ഒരു തെരഞ്ഞെടുപ്പിലും, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് അത്ര കണ്ട് ഈ പറയുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വിഭാഗീയത കഴിഞ്ഞു, വിഭാഗീയത തീർന്നു എന്ന് പറയുമ്പോൾ കണ്ണൂർ അവരുടെ കോട്ടയിൽ തന്നെ വിഭാഗീയത ഉണ്ടായിരിക്കുന്നു. TK ഗോവിന്ദൻ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഒരു N ഹരിദാസ് ആണ് BJP NDA സ്ഥാനാർത്ഥിയായിട്ട് N ഹരിദാസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ പിന്നെ അവർക്ക് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഭൂരിപക്ഷം സീറ്റും തളിപ്പറമ്പിൽ കിട്ടിയത് LDF-ന് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ദേശീയ ശ്രദ്ധ വരെ ഈ ദേശീയ ശ്രദ്ധ തളിപ്പറമ്പിൽ നേടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും അതിനെ ചൊല്ലി ഉണ്ടായിരിക്കുന്ന CPM-ലെ വിവാദവും. കാര്യം കണ്ണൂരാണ്, CPM എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. കേരളത്തിലെ CPM, ഇന്ത്യയിലെ CPM തന്നെ കണ്ണൂരാണ്. അപ്പോൾ ഇനി നമുക്ക് തളിപ്പറമ്പിൽ ഇതാണ് ചിത്രമെങ്കിൽ ഇരിക്കൂര് ശരിക്കും UDF-ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ സജി ജോസഫാണ് ഈ അഡ്വക്കേറ്റ് ഇപ്പോൾ മത്സരിക്കുന്ന സജി ജോസഫ് തന്നെ കഴിഞ്ഞ തവണ 50%-ലധികം വോട്ട് നേടി അവിടെ ജയിച്ചതാണ്. സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് തന്നെയാണ് ഇരിക്കൂര് ഈ കുടിയേറ്റ ക്രിസ്ത്യൻസ് താമസിക്കുന്ന സ്ഥലമാണ്. കണ്ണൂർ അങ്ങനെയാണ്, ഈ കുടിയേറ്റക്കാർ താമസിക്കുന്ന, ഈ കോട്ടയത്ത് നിന്ന് വന്ന കുടിയേറ്റക്കാർ അവിടെ ഉണ്ടല്ലോ, ഇരിക്കൂര് അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അവിടെ 50.33% സജീവ് ജോസഫിന് കിട്ടിയിട്ടുള്ളത്. അതെ, അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന് തന്നെയാണ് സാധ്യത. പിന്നീട് നമുക്ക് എടുത്തു പറയാന്നുള്ളൊരു കാര്യം, ഇരിക്കൂര് മണ്ഡലം UDF-ന് തന്നെ കിട്ടാനാണ് സാധ്യത. UDF-ന് അത്യാവശ്യം ചായ്വുള്ള സ്ഥലമാണ് ഇരിക്കൂറിനെ കാണാൻ സാധിക്കുന്നത്. സിറ്റിംഗ് MLA സീറ്റിലേക്ക് തന്നെയാണ് അഡ്വക്കേറ്റ് സജി ജോസഫ് മത്സരിക്കുന്നത്. മാത്യു കുന്നംപള്ളി എന്ന് പറയുന്നത് KCM ആണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലാണ്. അപ്പോ ആ രീതിയിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന അഡ്വക്കേറ്റ് സജി ജോസഫിന് തന്നെയായിരിക്കും. പിന്നീട് അഴീക്കോട് വരുമ്പോൾ കരീം ചെല്ലേരിയാണ് മത്സരിക്കുന്നത്. UDF പ്രതിനിധി. KV സുമേഷ് LDF സ്ഥാനാർത്ഥിയാകുമ്പോൾ KK വിനോദ് കുമാർ BJP സ്ഥാനാർത്ഥിയാകുന്നു. അതെ, ഈ സുമേഷ് വലിയ ലീഡിലൊന്നുമല്ല ജയിച്ചത് കഴിഞ്ഞ തവണ. 6,141 വോട്ടിന്റെ ലീഡിലാണ് ജയിച്ചത് കഴിഞ്ഞ ഇലക്ഷനിൽ. അപ്പോ അത് KV സുമേഷിന് കിട്ടിയത് 6,141 വോട്ട് മാത്രമാണ്. ഇപ്പൊ അഴീക്കോടിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം MV നികേഷ് മത്സരിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ, ഈ സുമേഷ് ജയിക്കുന്നതിന് മുമ്പ്. അവിടെ ഷാജിയാണ് അദ്ദേഹത്തിനെ തോൽപ്പിച്ചത്, ഓർമ്മയുണ്ടല്ലോ. തുച്ഛ വോട്ടിനാണെങ്കിൽ ഷാജിയാണ് തോൽപ്പിച്ചത്. അപ്പൊ ഈ മണ്ഡലം അങ്ങനെ ഒരു സേഫ് സോൺ മണ്ഡലമാണെന്ന് ചോദിച്ചാൽ അഴീക്കോട് നമുക്ക് പാർട്ടിക്ക് ഒരു സേഫ് സോൺ മണ്ഡലം CPM-ന്റെ ഒരു സേഫ് സോൺ മണ്ഡലം അല്ല ശരിക്കും. അഴീക്കോട്
ഇരിക്കൂർ ഈ സ്ഥലങ്ങളൊന്നും. ആകെ ഇവരുടെ സേഫ് ആയിട്ട് പറയുന്നത് പയ്യന്നൂര്, തളിപ്പറമ്പ്, കണ്ണൂർ, ധർമ്മടം ഇവിടൊക്കെ ആയിരുന്നു. തലശ്ശേരി, അതേപോലെ മട്ടന്നൂര്, പേരാവൂർ അങ്ങനെ ഒരു സേഫ് മണ്ഡലമല്ല അവർക്ക്. കൂത്തുപറമ്പ്, അങ്ങനെ കുറച്ച് തലശ്ശേരി, ഇങ്ങനെ കുറച്ച് മണ്ഡലങ്ങളാണ് സിപിഎമ്മിന്റെ ഈ പാർട്ടി വോട്ടുകൾ എപ്പോഴും മാറ്റി ചിന്തിക്കാത്ത ആൾക്കാരുടെ ഒരു വോട്ട് കേന്ദ്രങ്ങളാണ്. അതൊക്കെ മിനിമം 5 നിയോജക മണ്ഡലങ്ങൾ കണ്ണൂർ സിപിഎമ്മിന് ഉറപ്പായ സീറ്റുകളാണ്. അല്ല 6 ആയിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഇപ്പൊ തൃശങ്കൂർ നിൽക്കുന്ന തളിപ്പറമ്പ്. തളിപ്പറമ്പിന്റെ ഒരു അവസ്ഥ ഒരു പക്ഷേ പി.കെ. ശ്യാമള അല്ലായിരുന്നു, അവിടെ ഒരു കെ ശൈലജയോ ഇനിയിപ്പോ ഗോവിന്ദൻ മാസ്റ്ററോ നിന്നിരുന്നെങ്കിൽ നമുക്കൊരു ഉറപ്പ് പറയാമായിരുന്നു. ഒരു ചുവപ്പണിയേണ്ട മണ്ണായിരുന്നു. പക്ഷെ ആ ഒരു ചുവപ്പണിയും പക്ഷെ ആ ചുവപ്പണിയാൻ പോകുന്നത് ടി.കെ. ഗോവിന്ദനാകുമെന്ന് പാർട്ടിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള വോട്ടിന്റെ അടിയൊഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അത് ചുവപ്പാണ്. അതാണ് ഞാൻ ചുവപ്പണിയുമെന്ന് പറഞ്ഞപ്പോ അപ്പൊ അതൊരു ചുവപ്പിന്റെ മണ്ണായതുകൊണ്ട് തന്നെ അത്തരത്തിൽ പി.കെ. ശ്യാമളയെക്കാട്ടിലും ടി.കെ. ഗോവിന്ദനിലേക്കായിരിക്കും ആ ചുവപ്പ് വോട്ടുകൾ പോകാനുള്ള ഒരു ഗ്രൗണ്ട് സാധ്യതകൾ നമുക്ക് കാണാവുന്നത്. ബേസ് സാധ്യതകൾ അതാണ്. അപ്പോൾ ടി.കെ. ഗോവിന്ദന്റെ ഒരു റെസ്പോൺസ് പൊതുവെ തലപ്പറമ്പിന്റെ ജനങ്ങൾക്ക് റെസ്പോൺസ് അനുസരിച്ച് ടി.കെ. ഗോവിന്ദനിലേക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ അഴീക്കോട് ഒന്ന് പറഞ്ഞു പോകണം. അഴീക്കോട് കഴിഞ്ഞ തവണ സുമേഷിന് 6241 വോട്ടാണ് അദ്ദേഹം ജയിച്ചത്. തദ്ദേശ ഇലക്ഷനിലും LDF-ന് തന്നെയാണ് അവിടെ സാധ്യത ഉണ്ടായിരുന്നത്. സുമേഷ് ഇത്തവണ സ്ഥാനാർത്ഥിയാകുമ്പോൾ KV സുമേഷിന് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ടെന്നാണ് കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ ചില പഴയ പാർട്ടിക്കാരൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുമേഷിനാണ് ഇപ്പോഴും സാധ്യതയുള്ളത്. സുമേഷ് ആ മണ്ഡലം നിലനിർത്താനുള്ള എല്ലാ പണിയും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കരീം ചെഞ്ചേരിയാണ് മത്സരിക്കുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. പിന്നെ KK വിനോദാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കണ്ണൂർ ജില്ലയിലെ ഈ 3 മണ്ഡലങ്ങളിൽ ആതിര പറഞ്ഞ പോലെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന നമ്മൾ പറഞ്ഞതിൽ തളിപ്പറമ്പാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് മണ്ഡലങ്ങൾ കൂടെ പറയാണ്ട്. തളിപ്പറമ്പ് ഇപ്പം ഈ 3 മണ്ഡലങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 2-1 സാധ്യതയിൽ തന്നെയാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്. തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയില് ടി.കെ. ഗോവിന്ദനാണ് ഈ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നാലെ പി.കെ. ശ്യാമളയും N. ഹരിദാസും. എന്നാലും അവസാന നിമിഷം കൊണ്ട് ചിലപ്പോ അത് LDF-ലേക്ക് മറിയാനാണ്. അങ്ങനെ പാർട്ടി വോട്ടുകൾ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടി വോട്ടുകളുടെ ഒരു രീതി അതാണ്, ട്രെൻഡ് അതാണ്. ഇരിക്കൂർ അഡ്വക്കേറ്റ് സജി ജോസഫ്, അഴീക്കോട് KV സുമേഷ്, ഇതാണ് ആ ഒരു സാധ്യത കാണുന്നത്. അപ്പൊ നമ്മൾ തളിപ്പറമ്പും അഴീക്കോടും പറയുമ്പോൾ ഈ പറയുന്ന പോലെ പി.കെ. ശ്യാമളയ്ക്കാണ് ഒരു സാധ്യത, ഒരു അല്പമെങ്കിലും എഡ്ജുള്ള കാര്യം പാർട്ടി വോട്ടുകളുടെ ഒരു ഇത്. എന്നാലും ചിലപ്പോൾ ഒരു അട്ടിമറി ഉണ്ടായാൽ ഗോവിന്ദൻ ആയേക്കാം, അത് പറയാൻ ഒക്കില്ല. പിന്നെ അഴീക്കോട് ഉറപ്പാണ് സുമേഷിന് തന്നെ കിട്ടാനാണ് സാധ്യത. അപ്പൊ നമ്മൾ ഈ 3 മണ്ഡലങ്ങളാണ് ഇപ്പൊ കണ്ണൂർ. തളിപ്പറമ്പ് അപ്പൊ ഒരു 50-50 ചാൻസിൽ നൽകുമ്പോൾ ആകെ ഒരു സേഫ് സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇരിക്കൂറാണ്. പിന്നെ അഴീക്കോട് ഒരു CPM സേഫ് സോൺ ആയിട്ട് പറയാൻ പറ്റും. KV സുമേഷിന് അഴീക്കോടും ഇരിക്കൂറുമാണ് ഇരു മുന്നണികളുടെയും ഒരു സേഫ് സോൺ മണ്ഡലങ്ങൾ. തളിപ്പറമ്പ് നമുക്ക് ഒരു 2 പേരുടെയും പോരാട്ടം കാണാൻ പറ്റും. 2 സ്ഥാനാർത്ഥികളുടെയും പോരാട്ടം കാണാം. ഒരു 50-50% ഭൂരിപക്ഷമാണ് നിലവിൽ തളിപ്പറമ്പിൽ നിൽക്കുന്നത്.